Good morning, all. Good morning, Miss. Good morning. Good morning. Good morning. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നു എല്ലാവരും. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? എവിടം വരെയാ നമ്മൾ എടുത്ത് നിർത്തിയത്? നോക്കുന്നുണ്ടോ? ജോബ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തോ? ഒന്നും ഓർമ്മയില്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ജോബ് അനാലിസിസ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു അല്ലെ? പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് അല്ലേ ഇരിക്കേണ്ടത്? ആണോ? ഇവിടെ റിപ്ലൈ കിട്ടി. വായിച്ചു നോക്കാട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് വെക്കാൻ നിൽക്കണ്ട. കുഴപ്പമില്ല, ഇൻട്രൊഡക്ഷൻ ഒക്കെ സിമ്പിൾ ചാപ്റ്റർ ആണ്. എങ്കിലും ഒന്നിച്ച് വെക്കാതെ വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോ നമുക്ക് നെക്സ്റ്റ് ജോബ് അനാലിസിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇനി അതില് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, നമ്മളെ ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു ഒരു പ്രത്യേക ജോലി അല്ലെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോലി, അതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ട് എല്ലാ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. ജോബ് അനാലിസിസിൽ അപ്പൊ നമ്മൾ ഒരു ജോലിയാണെങ്കിൽ ആ ജോലി ഇപ്പോ എന്താണ്, എന്തെങ്കിലും അപകടം പിടിച്ച ജോലിയാണോ, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ, അല്ലെങ്കിൽ എന്തും അല്ലെ, ആ ജോലിയെ പറ്റിയിട്ട് എന്തും നമ്മൾ അനലൈസ് ചെയ്യണം. ആ ജോലി ചെയ്യാൻ പറ്റുന്ന യോഗ്യരായ വ്യക്തി ഏതാണ്, അവർക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് വേണം അല്ലെ, അതിനെ കുറിച്ചിട്ട് എല്ലാം തന്നെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രോസസ്സിലേക്ക് നോക്കാം. ഓക്കെ, പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, then second one preparing job analysis, third one performing job analysis, then designing job descriptions and job specifications, controlling job descriptions and job specification. ഈ ഓർഡർ ഇങ്ങനെ തന്നെ മസ്റ്റ് ആയിട്ട് ഓർഡർ വെക്കുക. വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ലാസ്റ്റ് പ്രോസസ് എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് എന്താന്നുള്ള രീതിയിൽ അല്ലെ, പെർഫോമിംഗ് ജോബ് അനാലിസിസിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ കൊടുക്കാനായിട്ട് റെഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഓർഡർ നിങ്ങൾ ഓർത്ത് വെക്കുക. അതിൽ തന്നെ ഡിഫൈനിങ് ഒബ്ജക്റ്റീവ് ആണ്, ഏത് ജോലിയാണോ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർവചനം എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ്. then എന്താണ് പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിശകലനം. then പെർഫോമിംഗ് ജോബ് അനാലിസിസ്, നമുക്കറിയാം ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ താഴേക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതലായിട്ട് വിശദീകരണം നൽകാം. എങ്കിലും ഈ ഓർഡർ മനസ്സിലാക്കി തന്നെ പോകാം. then ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, ഓക്കെ, അത് ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള കഴിവിട്ട പേഴ്സൺസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. then കൺട്രോളിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, ഓക്കെ, നമ്മളിപ്പോ പെർഫോം ചെയ്ത് വരുമ്പോൾ അതിനെ നോക്കി കഴിയുമ്പോഴല്ലേ വിചാരിച്ച രീതിയിൽ തന്നെ റിസൾട്ടുകൾ വരുന്നുണ്ടോ എന്നുള്ളത് അനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്ത് കൂടുതൽ നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതെടുത്തു പോവുക എന്നുള്ള പ്രോസസ്സാണ് ലാസ്റ്റ് പ്രോസസ്സിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ആ ഒരു പ്രോസസ്സ് ഓക്കെ അല്ലേ. ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, സെക്കൻഡ് ആൻഡ് പ്രിപ്പയറിംഗ്, മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഈ പോയിന്റ്സ് ഓർമ്മപ്പെടുത്തുന്നത്. ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ്, then performing job analysis, designing job descriptions and job specifications, controlling job descriptions and job specification. Last one controlling ആണ്, first one defining objectives. Okay, continue ചെയ്യാലോ.
പോയിന്റ്സ് പഠിച്ചോ? ഓക്കെ, എല്ലാവരും കയറിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫസ്റ്റ് വൺ എന്താണ്? ഡിഫൈനിങ്. എല്ലാവരും എന്ന് പറയാനായിട്ട് ക്ലാസ്സിൽ വളരെ കുറച്ച് പേരാണ് ക്ലാസ്സിൽ കയറാറുള്ളൂ. എന്താണെന്നറിയില്ല, വളരെ കുറച്ച് വ്യക്തികളാണ് കയറാറുള്ളൂ. നിങ്ങൾ പരമാവധി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. The foremost step in the process of the job analysis is defining the objective of the job analysis. The objective could be either of the following. Okay, നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റീഡിസൈനിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? റീഡിസൈനിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. അല്ലെ, അത് നന്നായിട്ട് തന്നെ വിവരണാത്മകമായതാണ്. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനെ ഒന്നും കൂടി അല്ലെ, എന്താണോ, എന്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണോ, സർവീസ് യൂണിറ്റ് ആണോ, അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഏത് ജോലിയാണോ, പർട്ടിക്കുലർ ജോലിയെ കൂടുതലായിട്ട് വിവരണാത്മകമായിട്ട് ഡിസൈൻ ചെയ്യുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഇപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ഉണ്ടാവും. എനിവേ, ഏതാണ് അതിന് കൂടുതൽ പ്രാധാന്യം? എന്താണ് ഇൻ കേസ് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു എന്താണ് പേര് അല്ലെ, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, അല്ലെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യമാണോ? എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ ആ ജോബ് വിവരണാത്മകമായിട്ട് തന്നെ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സെക്കൻഡ് വൺ, റിവൈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് കോമ്പൻസേഷൻസുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ. അതിപ്പോ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കറിയാം ചിലവ് ചുരുക്കിയിട്ട് അത് ലാഭേച്ഛയോട് കൂടിയിട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്. മറ്റേതാവുമ്പോൾ നമുക്കറിയാം വർഷം കൂടി അല്ലെ ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ നല്ല സർവീസ് ആയിട്ട് അല്ലെ ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു സേവനം അത് കൊടുക്കാനായിരിക്കും. എനിവേ, എന്താണെങ്കിലും അതിന്റെ ആ കോമ്പൻസേഷൻ പ്രോഗ്രാംസ് ഒക്കെ ആസൂത്രണം ചെയ്യുക. ചേഞ്ച് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, നമ്മളുടെ ആ ഘടന അനുസരിച്ചിട്ട് പർട്ടിക്കുലർ ജോലിയാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ടീച്ചിങ് അല്ലെ, അങ്ങനെ എന്തെങ്കിലും സർവീസ് ആണെങ്കിൽ അങ്ങനെ നമുക്കറിയാം പ്രൊഡക്ഷൻ യൂണിറ്റ്, അത് ചിലപ്പോൾ ആണെങ്കിൽ അല്ലെ ക്ലോത്തിന്റെ പ്രൊഡക്ഷൻ ആവാം, അതല്ലെങ്കിൽ എന്താണ് ചപ്പൽസിന്റെ പ്രൊഡക്ഷൻ ആവാം. എന്ത് യൂണിറ്റ് ആണെങ്കിലും അത് കുറച്ചും കൂടി വിവരണാത്മകമായ രീതിയിൽ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന്, അവിടെയുള്ള ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമാണ് എങ്കിൽ നാച്ചുറലി നമുക്കറിയാം അവരെ അല്ലെ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയിലുള്ള കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് ഒരു തൊഴിൽ അല്ലെ ആ ഒരു തൊഴിൽ കൊടുത്ത് ഒപ്പം തന്നെ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള രീതിയിലൊക്കെയാണ് എങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ ഘടനയ്ക്ക് ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റീഡിസൈൻ ദ ജോബ് ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. വൺസ് ദ ഒബ്ജക്റ്റീവ്സ് ഈസ് സെലക്ടഡ്, നമുക്കറിയാം അത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുക. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത് അത് എല്ലാം മൊത്തത്തില് അതിന്റെ ഒരു അല്ലെ മൊത്തത്തിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അത് ചെയ്യുക. Once the objective is selected, it should be well communicated to the top management because it is a support only the change can be made in the organization. Okay, അപ്പൊ ഓർഗനൈസേഷന്റെ ഇടയിൽ നമുക്കറിയാം ഇൻ കേസ് ഒരു ജോബുമായി ബന്ധപ്പെട്ട ഇൻ കേസ് അവിടെ ഓൾറെഡി ഒരു ബിസിനസ് അല്ലെ നടപ്പാക്കുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു പുതിയ കുറച്ചും കൂടി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി വരികയാണ്, അല്ലെങ്കിൽ ഒരു തലത്തിലും കൂടി കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ ആ ഒരു സ്പെസിഫിക് ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ അവിടെ മേൽത്തട്ടിൽ ഓൾറെഡി എവിടെയുള്ളവരെയൊക്കെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അപ്പൊ ആ ജോലിയുമായി ഉദ്ദേശിക്കേണ്ട ഇന്ന നേട്ടങ്ങളാണ്, അപ്പൊ അത് കൃത്യമായിട്ട് എന്താന്നുള്ളത് ആ ഒരു ലക്ഷ്യം എന്താന്നുള്ളത് മുകൾ തലത്തിലുള്ള ജനങ്ങളെ മാനേജ്മെന്റ് തലത്തിലുള്ള വ്യക്തികളുമായിട്ട് തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അവരുടെ എഫക്റ്റീവ് അല്ലെ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പാക്കാതെ പോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ഫുൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷൻ വേണം. ഇൻ കേസ് ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ് കൂടുതൽ കൂടി സ്ഥാപിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെയും കൂടി സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഏത് ജോലിയാണോ ആ പെർട്ടിക്കുലർ ജോലി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അത് ഡിഫൈൻ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ?
നെക്സ്റ്റ് അപ്പൊ ഇതിലും ഈ കാണുന്ന 3-4 പോയിന്റ്സുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് അതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന പോയിന്റ്സുകൾ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് നോക്കുക, പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. എന്താ പറയുന്നത് നോക്കാം. ആഫ്റ്റർ സെറ്റിംഗ് ആൻ ഒബ്ജക്റ്റീവ്, the kind of a job that had to be analyzed are selected. Whether the clerical job, managerial job, division specific job, etc. Also, the members who are included in the analysis and the method of use are identified. അതായത് നമ്മളിപ്പോ ഒരു ജോലി അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ ലക്ഷ്യം കണ്ടെത്തി. ഓക്കെ, നമുക്കറിയാം ഈ ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പോസ്റ്റ് അല്ലെ, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിനെ കുറച്ച് ക്ലറിക്കൽ അല്ലെങ്കിൽ മാനേജറിയൽ ആയിട്ടുള്ള ഡ്യൂട്ടീസും കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ടാവാം. ആ ഒരു മെത്തേഡിലായിരിക്കാം ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏത് രീതിയിലാണ് അല്ലെ, ദ മെമ്പേഴ്സ് ഹു ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അനലൈസ് ആൻഡ് ദ മെത്തേഡ് ടു ബി യൂസ്ഡ് ആർ ഐഡന്റിഫൈഡ്. ഓക്കെ, ഇതിലെ മെമ്പേഴ്സ് നന്നായിട്ട് അനലൈസ് ചെയ്ത് വിവരണാത്മകമായി തന്നെ വിശകലനം ചെയ്ത് അത് എന്തൊക്കെ രീതിയിലാണ് അല്ലെ, അത് എന്താ മനസ്സിലാക്കേണ്ട ഈ രീതിയിൽ ചിലപ്പോഴെങ്കിൽ അവര് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ ഇതെന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ലെ ഫസ്റ്റ്ലി ഒരു എക്സ്പീരിയൻസ് കൂടി മനസ്സിലാക്കും. ഓക്കെ, അത് കൊടുത്താൽ ആ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ ജോലി കൊടുത്താൽ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെ, അത് ജസ്റ്റ് അവരുടെയും കുറച്ചും കൂടി മെത്തേഡ് അനുസരിച്ചിട്ട് തന്നെ അനലൈസ് ചെയ്യുക. At this stage, the complete review of the existing job description is done to have a fair insight of the duties, responsibilities, organization chart, working conditions, hazards, etc. that are found in a specific type of a job. Okay. അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലി നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ചില ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ. ചിലപ്പോ അപകടം പിടിക്കുന്ന ജോലികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? ഉണ്ടാവില്ലേ? എല്ലാ ജോലികളും നമ്മൾ വിചാരിക്കുന്ന മാതിരി സിമ്പിൾ ആയിരിക്കില്ല അല്ലെ. ചിലത് ക്ലറിക്കലായിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അതിന് അപകടാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം അത് കുറച്ചുകൂടി അല്ലെ തലപുതിഞ്ഞ് ആലോചിക്കേണ്ട ചില മാറ്റേഴ്സുകൾ ഉണ്ടാവാം. ഇതിലെ അപകടം പിടിക്കുന്ന ജോലികളും ഉണ്ടാവാം അല്ലെ. അപ്പൊ ഏത് ജോലിയാണെങ്കിലും ആ ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ ഓർഗനൈസേഷൻ അല്ലെ, അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചാർട്ടൊക്കെ വിശകലനം ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങളുള്ളത്, ചുമതലകളുള്ളത് അല്ലെ, ഇതെല്ലാം ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് നമ്മളത് കംപ്ലീറ്റീവായിട്ട് റിവ്യൂ നമ്മൾ മനസ്സിലാക്കണം. ഇത് ജോലിയാണോ ആ ജോലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന സാധ്യതയുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെ, റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഹസാർഡ്സ് അല്ലെ, അപകടപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ് ജോബ് അനലൈസ് എന്ന് പറയുമ്പോൾ നമ്മളത് മൊത്തത്തിലുള്ള ഒരുങ്ങിയാണ് അല്ലെ. ആ ഒരു ജോലി ഒരു അല്ലെങ്കിൽ ആ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങൾ അല്ല, ഇൻ കേസ് നേട്ടങ്ങളോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രിക്വേഷൻസ് എടുക്കുന്നുണ്ട് വേണ്ടി വരികയാണെങ്കിൽ അതിനെ കുറിച്ച് കൂടി ഒരുങ്ങാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഐഡന്റിഫൈ ദ ജോബ് ആണെങ്കിൽ, സെക്കൻഡ് വൺ അല്ലെ ഡിഫൈനിങ് ദ ജോബ്സ് ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ, സെക്കൻഡ് വൺ എന്താണ് പ്രിപ്പയറിംഗ് ദ ജോബ് അനലൈസ്. ഓക്കെ ആണോ? ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പെർഫോമിംഗ് ദ ജോബ് അനലൈസിസ്. അപ്പോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പെർഫോമിംഗ് ആണ് അല്ലെ, പെർഫോമൻസ് ആണ് നോക്കുന്നത്. The next stage in the process of a job analysis is to perform or begin with the job analysis. Okay, അവിടെ നമ്മൾ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മളിപ്പോ അതിൽ തന്നെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്വീകരിക്കുന്നു. ദെൻ എന്താണ് അത് പെർഫോം ചെയ്തതിനു ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെ, പെർഫോമൻസിന്റെ ബിഗിനിങ്സിൽ എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടി വരുന്നു. Here the sufficient time should be allotted for collecting the job detail from the employee. Okay,
നമ്മൾ എംപ്ലോയിയിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അല്ലെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കൃത്യമായിട്ടുള്ള സമയം, ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന ജോലി ഇന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് ഇന്ന രീതിയിലാണ് ഡ്യൂട്ടി അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. The information from the employee can be collected through questionnaires, interviews, or through an observation method. After collecting the information, it must be organized on the basis of each division department. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരുടെ പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പെർഫോമൻസിൽ നിന്ന് അവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെ, ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ബിഗിനിങ്ങില് എന്തൊക്കെയാണ് അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായത്, ഈ പറഞ്ഞ പുതിയ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യമിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നോ, അല്ലെങ്കിൽ ഇച്ചിരി കൂടി എഫേർട്ട് എടുക്കേണ്ട വന്നോ, അല്ലെങ്കിൽ കൂടുതൽ അല്ലെ ഇച്ചിരി കൂടി നല്ല സിമ്പിളി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ വഴിയോ ഇന്റർവ്യൂ നടത്തി, ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക അല്ലെ. അപ്പൊ ആ ഒരു വിവരണങ്ങളെയൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ചറിഞ്ഞിട്ട് ഓക്കെ, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ക്വസ്റ്റ്യനോ ഇന്റർവ്യൂ ഒക്കെ വഴി അതിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ് എടുത്ത് പറയുന്നത്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇത് എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ അല്ലെ, ഓരോ ജോലിയുടെയും പ്രത്യേകതകളും അവരുടെ ഡിപ്പാർട്ട്മെന്റ് ബേസിലായിട്ടായിരിക്കും അവരുടെ പെർഫോമൻസുകളും എല്ലാം തന്നെ ക്വസ്റ്റ്യനും ഇന്റർവ്യൂയും വിളിച്ച് നടപ്പാക്കിയിട്ട് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം എല്ലാവരെയും ക്വസ്റ്റ്യൻ നടത്തേണ്ട കാര്യമില്ല അല്ലെ. പർട്ടിക്കുലർ ജോബ് കൊടുത്തിട്ട് അതിൽ സ്പെസിഫൈ അല്ലെ, സ്പെസിഫൈ ചെയ്യുന്ന പേഴ്സൺസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ട കാര്യമുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് അവരെ മാത്രമായിരിക്കും പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഈ ഡീറ്റെയിൽസുകളൊക്കെ അവരുടെ മാത്രമായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് പ്രോസസ് വരുമ്പോൾ ഡിസൈൻ
ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകള്? മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് പോയി കാണാൻ ഒരു സിപ്പ് എടുക്കാതെ തന്നെ ഒരു മെസ്സേജ് പോയി. ഇപ്പൊ എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാമോ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട നമ്മൾ ക്രമീകരണം നടത്തി എന്താണ് ജോബ് അനാലിസിസ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും അവരുടെ ഇന്റർവ്യൂ ഒക്കെ നോക്കിയിട്ട് അവിടെ ജോലിനെ കുറിച്ചിട്ട് ഒരു സ്ട്രക്ചർ നമ്മൾ ആ ഒരു ക്രമീകരണം നടത്തുന്നു. തീർച്ചയായിട്ടും നമ്മൾ അതെ ഒരു പർട്ടിക്കുലർ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, നമ്മളപ്പോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് വരികയാണെങ്കിൽ ഡിസൈനിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, നമ്മളിപ്പോ ഒരു പുതിയ ജോലി അല്ലെ, ഒരു ജോലിയുമായി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജോലിയുമായി കേന്ദ്രീകരിച്ച് തന്നെ പോകുമ്പോൾ അതിലെ നെക്സ്റ്റ് പ്രോസസ് നോക്കാം. അറ്റ് ദിസ് സ്റ്റേജ് ദ ജോബ് അനലിസ്റ്റ് ക്രിയേറ്റ്സ് എ ഡ്രാഫ്റ്റ് ഓഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ജോലി അല്ലെ, ഇപ്പോ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടാണ്, ഇപ്പൊ ഒരു ക്ലറിക്കൽ ജോലി ആവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരു മെഷീൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ജോലി ആവാം. എനിവേ എന്ത് ജോലിയാണെങ്കിലും ആ ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഒരു സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾക്ക് മനസ്സിലാവുന്നു ഏതാണ് അല്ലെ ഒരു ജോലി, ആ സ്പെസിഫിക് ആയിട്ടുള്ള ജോലി, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതൊക്കെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്തൊക്കെ ഹസാർഡ്സ് ഉണ്ട് എന്നൊക്കെ അത് മനസ്സിലാക്കുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെത്തണം അല്ലെ. അപ്പൊ ആ ഒരു സ്പെസിഫൈ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതാണോ ജോലി, ആ ജോലി ചെയ്യുന്നതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ, അനുയോജ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തണം. ചിലപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കാം, ചിലപ്പോൾ ക്ലിനിക്കൽ ഡ്യൂട്ടിയുള്ള സ്റ്റാഫ് ആയിരിക്കാം അല്ലെ. എനിവേ എന്താണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ ഈ സ്റ്റേജിലാണ് കണ്ടെത്തുന്നത്. At this stage, the job analyst creates a draft of the job description and the specification. Description എന്ന് പറയുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, ആ ഒരു ജോലിയുമായി ഒരു പർട്ടിക്കുലർ ജോലി എന്താണോ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങള് അല്ലെങ്കിൽ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഹസാർഡ്സുകൾ അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ടൈം അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം അല്ലെ, ആ ഒരു പ്രത്യേകമായിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതെങ്കിൽ സ്പെസിഫിക്കേഷനിൽ എന്താ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്, ആ പറയുന്ന ജോലി ചെയ്യാൻ അനുയോജ്യമായ പേഴ്സണ് വേണ്ടി വരുന്ന അല്ലെ, ആ എംപ്ലോയിക്ക് വേണ്ടി വരുന്ന പ്രത്യേകമായിട്ടുള്ള യോഗ്യതകൾ, എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ എബിലിറ്റി അല്ലെ, അവരുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കഴിവുകൾ അല്ലെ, യോഗ്യതകൾ, അതെല്ലാം തന്നെ ജോബ് സ്പെസിഫിക്കേഷനിൽ വാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ജോബ് അനലിസ്റ്റ് ഇതെല്ലാം കൂടി കൈകാര്യം ചെയ്ത് അല്ലെ, മൊത്തത്തിലുള്ള ആ 3 പ്രോസസ്സിനെ അതിനെ ക്രോഡീകരിച്ചിട്ടാണ് ഇന്ന ജോലിയുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ദെൻ ആ ജോലി ചെയ്യാൻ അർഹരായ പേഴ്സൺ, ആ എംപ്ലോയിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആ ജോബ് സ്പെസിഫിക്കേഷനിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. നോക്കാം. ആഫ്റ്റർ ഓർഗനൈസിംഗ് ദ ഇൻഫോർമേഷൻ, the changes that need to be made in the job is identified and is written on a paper. Okay, ഇങ്ങനെ നമ്മൾ അറേഞ്ച് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അല്ലെ, അതൊക്കെ അറേഞ്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അതൊരു പേപ്പറിൽ, റിട്ടൺ പേപ്പറിൽ ഒരു ഡോക്യുമെന്റ് ആയിട്ട് തന്നെ അത് രേഖപ്പെടുത്തുന്നു. Then once the draft gets prepared, it is passed on to the managers, supervisors and the employees. ഓക്കെ, നമുക്കറിയാം ഇത് എല്ലാം തന്നെ അല്ലെ, ഈ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഡ്രാഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇത് കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ വരുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നു, സൂപ്പർവൈസേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ പാസ് ഔട്ട് ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പൊ ഇനി വീണ്ടും ആ ജോലിക്ക് അർഹരായ വ്യക്തികളുടെ ഇടയിൽ പോലും ഇന്നയാണ് എന്റെ ഡ്യൂട്ടി, ഈ ജോലിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊക്കെയാണ് നിർവഹിക്കേണ്ടത് അല്ലെ, അങ്ങനെയൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി അവർക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നു. സൂപ്പർവൈസേഴ്സിനാണെങ്കിലും അത് ക്ലിയർ ഔട്ട് ആയിട്ട് മനസ്സിലാവുന്നു. ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് ആ വ്യക്തിക്ക് ചെയ്യേണ്ടത്, ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് തീരേണ്ടത്, അതാണ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെ. മാനേജേഴ്സിനാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു
ഈ വ്യക്തിക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്ന ഡ്യൂട്ടികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക. 4th പോയിന്റിലാണ് ആ ഒരു ക്ലിയർ പിക്ചറിലേക്ക് ആ അനലിസ്റ്റ് എത്തുന്നത്. എന്നതാണ് ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് ആ പേഴ്സൺ അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ജോലി ചെയ്യാൻ അർഹരായ പേഴ്സൺ ഇന്ന ക്വാളിഫൈഡ് ഇന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം എന്നുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ആർക്കൊക്കെ പാസ് ചെയ്യണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാസ്ഡ് ഓൺ ടു ദ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് ദ എംപ്ലോയീസ്. ഓക്കെ ആണോ? 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 റെസ്പോണ്ട് ചെയ്യാട്ടോ. മെസ്സേജ് എന്റെ മിസ്സിംഗ് ആയി. അപ്പൊ ജസ്റ്റ് മെസ്സേജ് അയക്കണമെങ്കിൽ ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നുകൂടി, കണ്ടില്ലെങ്കിൽ അതിന്റെ ഇൻഫോർമേഷൻസ് പറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാട്ടോ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ ആണ്. Control job descriptions and job specifications. This is the last step in the process of a job analysis, wherein the job descriptions and the specifications are timely checked and modified according to the changing needs of the organization. ഓക്കെ, നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഡ്രാഫ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്താണ് അവരുടെ എംപ്ലോയീസ് ഇൻ കേസ് ചിലപ്പോൾ ആണെങ്കിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ആ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. എനിവേ അതല്ലെങ്കിൽ പുറത്തുനിന്ന് ചിലപ്പോൾ പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ അല്ലെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പുതിയ എംപ്ലോയീസിനെ അവിടെ ചാർജ് കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. എനിവേ ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് അനുസരിച്ചിട്ടൊക്കെ ചെയ്യുന്നത് അല്ലെ, അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്, ലാസ്റ്റ് പ്രോസസ്സിൽ പറയുന്നത്. ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്, വേർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ദ സ്പെസിഫിക്കേഷൻസ് ആർ ടൈംലി ചെക്ക്ഡ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ ജോലി അത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അനുയോജ്യമായിട്ടുള്ള എംപ്ലോയി അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടോ അല്ലെ. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടോ അത് ടൈംലി ചെക്ക് ചെയ്യുക മാത്രമല്ല, and modified according to the changing needs of the organization. ഓർഗനൈസേഷന് ആവശ്യമായ രീതിയിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വ്യക്തി ഇന്ന എത്ര ടൈമിനുള്ളിലായിരിക്കും ആ ഡ്യൂട്ടി ചെയ്യാനൊക്കെ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കും. ചിലപ്പോൾ ആണെങ്കിൽ ഓർഗനൈസേഷൻ അവരുടെ ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ ആണെങ്കിൽ ഡ്യൂട്ടിക്കൊക്കെ ഒരു വെരിഫിക്കേഷൻ ഒക്കെ നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അനുയോജ്യമായ ടൈം അവർ അറേഞ്ച് ചെയ്യും. ഇൻ കേസ് അല്ലെ അങ്ങനെ പലതരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യുകയാണ് ലാസ്റ്റ് പ്രോസസ്സിൽ വരുന്നത്. The job analysis results in the job description and the job specification. The description comprises of the job duties, the level of responsibility, working condition, etc. And whereas the job specification tells about the skill, education, background, qualification, training, communication skill required to perform a job specific job. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോബ് സ്പെസിഫിക്കേഷനും അതിന്റെ അല്ലെ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാത്രമേ ഒരു ജോലി അല്ലെ ആ ഒരു പെർട്ടിക്കുലർ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉത്തരവാദിത്തങ്ങള്, ചുമതലകള്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനുകള്, ഹസാർഡ്സ് എല്ലാം അല്ലെ ആ ജോലി പെർട്ടിക്കുലർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. അതൊക്കെയാണ് തീർച്ചയായിട്ടും ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ജോലി ആ നിശ്ചയിച്ചിരിക്കുന്ന ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ല് അല്ലെ, കഴിവുകൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, അവര് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് മാത്രം പോരാ, അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ നല്ല ഫിസിക്കലി നല്ല കണ്ടീഷനൊക്കെ വേണ്ടി വരും അല്ലെ. പിന്നെ ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ, അവർക്ക് നല്ല മതിയായ ട്രെയിനിങ് ഒക്കെ കിട്ടിയ വ്യക്തികളായിരിക്കണം. ഇൻ കേസ് അങ്ങനെയുള്ള ട്രെയിനിങ് ഒന്നും ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ അതിന് പ്രത്യേകമായിട്ട് ആവശ്യം വരും അല്ലെ. ചിലതിനൊക്കെ നമുക്കറിയാം ചിലതിനെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ആ വ്യക്തിക്ക് മറ്റുള്ളവരായിട്ട് ഇടപെടുത്താനുള്ള ഒരു കപ്പാസിറ്റി വേണം. അതേസമയം അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് നമുക്കറിയാം നാച്ചുറലി ചെറിയൊരു സ്കില്ല് ആവശ്യമാണ് മറ്റുള്ളവരായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എങ്കിൽ കൂടി അവർക്ക് അക്കൗണ്ട്സിലായിരിക്കണം കൂടുതൽ പ്രാവീണ്യം വരിക അല്ലെ. മറ്റുള്ളവരെ കേൾക്കാനും അവർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാനുള്ള വൈദഗ്ധ്യത്തെക്കാൾ കൂടുതൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാനുള്ള കഴിവായിരിക്കും അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്. അതിന്
വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ഉണ്ടായിരിക്കണം. അവർക്ക് അത്രയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ആവശ്യമായിട്ട് വരാം. ദെൻ ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക യോഗ്യതകൾ അല്ലെ, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെ, ഇൻ കേസ് ശാരീരിക യോഗ്യതകൾ വേണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ പറയുന്നത് ജോബ് സ്പെസിഫിക്കേഷനിൽ എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓരോ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ചെറിയ ഇങ്ങനത്തെ ഒരു വേക്കൻസി വരുമ്പോഴും അത് എന്താണ് ജോലി അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവാം. ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി അല്ലെ. ഓക്കെ, അവർക്ക് നമ്മള് ഓരോ ഓരോ സ്ഥാപനത്തിന്റെയും അതനുസരിച്ചിട്ടായിരിക്കും അല്ലെ നമ്മുടെ ജോലിയുടെ പ്രത്യേകത. നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വേണ്ടി വരിക, ചിലർക്ക് ചിലപ്പോൾ അത് ആവശ്യമായിട്ടുണ്ട്. അത് ഓരോ ഓർഗനൈസേഷന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ടായിരിക്കും രീതി വരുന്നത്. നമുക്ക് അപ്പോ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അതായത് ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ നമ്മുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട, അതായത് ഈ ചാപ്റ്ററില് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതോ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സുകൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിച്ചു നോക്കിയോ? എന്തെങ്കിലും എടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
പിന്നെ ഡൗട്ട് എന്താണ് ഫാക്കൽറ്റി ആവാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ഉദ്ദേശിച്ചത്? ടീച്ചിങ് ഫാക്കൽറ്റി ആണോ ഉദ്ദേശിച്ചത്? HRM ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ പറ്റുമോ എന്നാണോ, അല്ലെങ്കിൽ അതെ നമ്മളെ HRM ആണല്ലോ നിശ്ചയിക്കുന്നത്. അപ്പോ അത് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ഓർഗനൈസേഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അവർക്ക് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മള് ഇപ്പോ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ടീച്ചിങ് ഇതിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. നമ്മൾ ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ സെലക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ ഇൻ കേസ് ഒരു HRM ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ HRM ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ അവരെ ഏൽപ്പിക്കുന്ന ഒരു കുട്ടിയായിരിക്കും നമ്മളെ കൊണ്ട് അല്ലെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്റർവ്യൂ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഓക്കെ ആണെങ്കിൽ അവരതിന് സെലക്ട് ചെയ്യും. ഇവ എന്തായാലും HRM ബേസ് ചെയ്തിട്ട് ഏത് രീതിയിലേക്കും ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ശ്രമിക്കാം. അതിപ്പോ ടീച്ചിങ് ആണെങ്കിലും എന്തിലാണെങ്കിലും നമുക്ക് ശ്രമിക്കാം. അവര് എന്താ പറയുന്നത് നമ്മളെ പോസ്റ്റ് ചെയ്യുന്നവര് ഓക്കെ ആണെങ്കിൽ നമുക്ക് സെലക്ഷൻ കിട്ടും. അല്ലേ? ആണോ? ക്ലിയർ ആയോ? അത് നമുക്കറിയില്ല. അതിപ്പോ നമ്മളിപ്പോ HRM സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിലേക്കാണോ ഉദ്ദേശിക്കണേന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിലെ HRM ഫീൽഡിലേക്ക് ക്ലാസ് എടുക്കാനാണോ, അതല്ലെങ്കിൽ അല്ലെ ഒരു സ്പെസിഫിക് ആയിട്ട് HRM മാത്രം, ഒരു PGക്ക് HRM എല്ലാത്തിനും നമുക്കറിയാം. ഡിഗ്രിക്ക് ഉണ്ട്, PGക്ക് ഉണ്ട്, MBAക്ക് ഒക്കെ HRM ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത ഒരു പ്ലേസ്മെന്റിലേക്കാണെങ്കിൽ അതിനെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫൈഡ് ആയിട്ടായിരിക്കും അവരെ സെലക്ട് ചെയ്യുന്നത്. ഇത് പക്ഷെ ഈ ഒരു കോഴ്സ് സംഭവം അല്ലെ, ഇത് HRM എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. നമുക്ക് അത് പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്കത് സബ്മിറ്റ് ചെയ്യാം, ആ സർട്ടിഫിക്കേഷൻ കൊടുക്കാം. അതേപോലെ തന്നെ അവർ ചോദിക്കുന്ന ഇന്റർവ്യൂല് നമ്മൾ ക്ലാസ് എടുത്ത് നമുക്കത് പ്രകടമാക്കാം. ഓക്കെ, ഓക്കെ ആണെങ്കിൽ അവര് സെലക്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലിയർ ആയില്ലേ? അല്ലേ? ബേസിക്കലി നമുക്കറിയാം ഇതൊക്കെ തന്നെയാണ് HRM-ലുള്ളത് അല്ലെ. അത് പ്ലസ് 2 ലെവലിനാണെങ്കിലും ഡിഗ്രി ലെവലിനാണെങ്കിലും PG ലെവലിലൊക്കെ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ബേസിക്കലി നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാല്യുബിൾ തന്നെയാണ്. പിന്നെ അവര് സ്പെസിഫൈ ചെയ്ത് നമ്മൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ അല്ലെ അഡീഷണൽ ആയിട്ട് നമ്മൾ എവിടെയാണ് സെലക്ട് ചെയ്യുന്നത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കും. ബാക്കി നിങ്ങൾ എന്താണ് മാനേജ്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഇൻഫോർമേഷൻസ് കിട്ടും. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമ്മുടെ ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം. ചിലതൊക്കെ നമ്മുടെ എക്സാമില് ചോദിക്കാറുണ്ട്. എന്തായാലും നമുക്കറിയാം വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല അല്ലെ. എസ്എ ക്വസ്റ്റ്യൻസോ HRM എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിയറി പേപ്പറാണ്, ഒരുപാട് വാല്യുവൽസ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കേണ്ടതാണ് അല്ലെ. നിങ്ങൾക്ക് സിംപിളി ഒരു ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷെ ഇന്റർവ്യൂ ബേസ് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോകേണ്ടതാണ്. അവര് ആരെങ്കിലും ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ നമ്മൾ പ്രസന്റലി നമ്മളത് അല്ലെ നമ്മളിൽ നിന്ന് തന്നെ പ്രസന്റേഷൻ വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കുട്ടികളായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളത് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ലാസ്റ്റില് നമ്മൾ എപ്പോഴും പ്രത്യേകമായിട്ട് പറഞ്ഞാലും പ്രോസസ് ഓഫ് ജോബ് അനാലിസിസിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു ഇതില് ഒരു ഹൈറാർക്കിയ മോഡല് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ്ലി എന്താണ് അല്ലെ, അത് ലാസ്റ്റ് വൺ എന്താണ് വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഓർത്ത് വെക്കുക.
ദെൻ എന്താണ് അല്ലെ ലാസ്റ്റ് അല്ലെ എല്ലാത്തരം നെക്സ്റ്റ് സ്റ്റേജ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി തന്നെ ഇരിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒന്ന് എന്താണ് ജോലിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മറ്റൊന്ന് ജോലി ചെയ്യേണ്ട ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ എന്താണ് അത് ഇതില് ഇതിൽ പറഞ്ഞു നമ്മളെ ഡ്രാഫ്റ്റ് ഇൻഫോർമേഷൻസിലൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആർക്കാണത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. 4th പോയിന്റ് നമ്മളത് പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് പാസ്ഡ് ഓൺ ദ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് ദ എംപ്ലോയീസ്. ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഫോമുകളൊക്കെ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സിമ്പിളി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കാണാറുള്ളത്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിൽ ഇനിയും എടുക്കാൻ ഇല്ല അല്ലെ? നിങ്ങൾ ഓക്കെയാണ്? നമുക്ക് എടുക്കേണ്ട ഇനി ഒരു നെക്സ്റ്റ് ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 5 ആണ്. മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻ. ചാപ്റ്റർ ആണ് നമുക്ക് എടുക്കേണ്ടത്. എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ നിങ്ങളുടെ കംപ്ലീറ്റഡ് ആണ്. കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നറിയില്ല. കംപ്ലീറ്റ് ആണോ തേർഡ് ചാപ്റ്റർ? തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? ഓർമ്മയില്ല. സെക്കൻഡ് ചാപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, വലിയ ചാപ്റ്റർ ആണ്. എങ്കിലും തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, എനിവേ ഇനി എന്താണ് നമുക്ക് എടുക്കേണ്ടത് 5th ചാപ്റ്റർ ആണ്. 4th ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്. 1-2 ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ വലുതായിട്ടുള്ളൂ. അതായത് സെക്കൻഡ് ചാപ്റ്ററും 5th ചാപ്റ്ററും പിന്നെ 6th അത്യാവശ്യം വലുതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ അല്ലേ? ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാമല്ലോ, സ്റ്റാർട്ട് ചെയ്തിട്ടേ. ഓക്കെ, നിങ്ങള് ഓക്കെ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഒന്നാമത്തെ നിങ്ങളെ കാണാനൊന്നും പറ്റുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ ഈ മെസ്സേജ് സംഭവം മാത്രമേ ഉള്ളൂ. അതാണ് ജസ്റ്റ് വായിക്കുമ്പോഴേക്കും ആ മെസ്സേജ് ഒക്കെ പോയി കഴിയും. എങ്കിലും നമ്മളെ ക്ലാസ്സിൽ എന്താണ് എടുക്കുമ്പോൾ കുറച്ചും കൂടി രസകരമാക്കാനായിട്ട് നിങ്ങൾ മെസ്സേജ് എല്ലാം അയച്ചുകൊണ്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ ബോറിംഗ്, 1ാമത്തെ തിയറി പേപ്പർ ആണ്, ബോറായി പോകരുത്. അപ്പൊ ഇത് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ഒക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല. നമ്മള് ഒരു സ്ഥാപനത്തില് അല്ലെ, ഒരു ഓർഗനൈസേഷനില് നമ്മളെ HRM ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റില് പ്രധാനമായിട്ടും ഇപ്പൊ കേന്ദ്രീകരിക്കുന്ന അവിടെയുള്ള എംപ്ലോയീസിനെ കേന്ദ്രീകരിച്ചിട്ടാണ് അല്ലെ. എംപ്ലോയി ഒരു അസറ്റ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. മറ്റു ഏതോ ഒരു അസറ്റിനേക്കാളും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഏതൊരു സ്ഥാപനം എടുത്ത് നോക്കിയാലും അവിടുത്തെ എംപ്ലോയീസ് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബെറ്റർ റിസൾട്ട് ആയിട്ട് അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതല്ല അവിടുത്തെ എംപ്ലോയീസ് വളരെ ഡള്ളാണ് എങ്കിൽ അല്ലെ, അവര് നല്ല ആക്റ്റീവ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. ഇൻ കേസ് ഇതൊരു ഷോപ്പ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അവിടെ നല്ല ഒരു കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അല്ലെ ഷോപ്പ് കീപ്പർ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കസ്റ്റമറെ പിടിച്ചെടുക്കുകയും നല്ല രീതിയിൽ ബിസിനസ് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. അതേസമയം അല്ലെ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത്യാവശ്യം വരുന്നു, അവിടെ ചിന്തപ്പെടണമെന്നില്ല അല്ലെ. അതേപോലെ തന്നെ ഏതൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കുക, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടീച്ചിങ് ലെവലിലാണെങ്കിലും അവിടെ എല്ലാം നമുക്കറിയാം അവിടെ ഹ്യൂമന്റെ എഫേർട്ട് നന്നായിട്ടുണ്ട് അല്ലെ.
അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ HRM ഡിപ്പാർട്ട്മെന്റിനെ നിയമിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് എടുക്കുക, അല്ലെ? അവർക്ക് വേണ്ടിയിട്ട്, അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവര് ഓക്കെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമോ എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് HRM ഡിപ്പാർട്ട്മെന്റ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ മാനേജേഴ്സിനെ അവർ ഇൻഫോം ചെയ്യും, ഓക്കെ അവർക്ക് ഇച്ചിരി കോംപ്ലിമെന്റ് കൊടുത്താൽ, അവർക്ക് ഇൻസെന്റീവ്സ് കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടി ബെറ്റർ സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവർ നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും, അല്ലെ? അപ്പൊ ഇവരെന്താ ചെയ്യുക, മാനേജേഴ്സ് എന്താണ് ചെയ്യുക, അവിടെ തീർച്ചയായിട്ടും പറയുന്ന അനുസരിച്ചിട്ട് കേട്ടിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ കൊണ്ട് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ഓക്കെ, അവരെ മോട്ടിവേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് HRM ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട രീതി, അല്ലെ? അത് മാത്രമല്ല, നമുക്കറിയാം അവിടെയുള്ള തൊഴിലാളികളുടെ ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെ? ചിലപ്പോൾ സാലറി പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ടൈം അറേഞ്ച്മെന്റ് ശരിയില്ല എന്നുള്ളതായിരിക്കും, എന്തോ എനിവേ ഏതൊരു ഓർഗനൈസേഷനിലും അവിടെ വർക്കേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ മാനേജ്മെന്റ് തമ്മിലോ എന്തെങ്കിലും കോംപ്ലക്സുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഈ തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതും ഈ HRM ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, അത് മാത്രമല്ല, നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചില്ല എങ്കിൽ അവർ അവിടെ നിന്ന് വിട്ടുപോകും, അല്ലെ? അപ്പൊ എംപ്ലോയീസ് എന്താണ് ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള മാനേജ്മെന്റിന്റെ, അല്ലെ, മാനേജ്മെന്റിൽ നിന്ന് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യും, അല്ലെ? അവരുടേതായുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ചിലപ്പോൾ സ്ട്രൈക്കും ലോക്കൗട്ട് ഒക്കെ നടത്തിയെന്നൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും HRM ഡിപ്പാർട്ട്മെന്റ് എന്താണ് അവരെ സംയമനത്തോട് കൂടിയിട്ട് കൊണ്ടുപോകേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി മോഡിയുണ്ട്, അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മാനേജ്മെന്റ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസിൽ പറയുന്നത്. ഈ റിലേഷൻസിലാണ് കൂടുതലായിട്ട് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, അല്ലെ, ആ ഒരു പേഴ്സൺസിന് നല്ല മോട്ടീവായിട്ട് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെയുള്ള നല്ല കഴിവെടുത്ത എംപ്ലോയീസിനെ ആ ഒരു കമ്പനിയിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും HRM ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുടനീളം പഠിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു തന്നെ കുറെ പ്രാവശ്യം പറയേണ്ടി വരും. ഹ്യൂമൻ റിസോഴ്സിൽ അതാണ് ഒരു പ്രത്യേകമായിട്ടുള്ള തിയറി പാർട്ടിലായതുകൊണ്ട് തന്നെ പറഞ്ഞു തന്നെ കുറച്ചും കൂടി പറയും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം അത് ഓരോന്നിനും, അല്ലെ, അനുയോജ്യമായ രീതിയിൽ തന്നെയായിരിക്കും. അപ്പൊ എന്താണ് അതില് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യാലോ? എന്താണ് ഒരു ഐഡിയ എന്നുള്ളത് കിട്ടിയില്ലേ? ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഏതൊരു വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആവുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, അല്ലെ? അവിടെ എംപ്ലോയീസിനൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വർക്ക് അവിടെ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ചിലർക്ക് ചില ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടി വരും, ചിലർക്ക് ചില പാരിതോഷികങ്ങൾ കൊടുക്കേണ്ടത് വരും, ചിലർക്ക് ചിലപ്പോൾ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവാം, അല്ലെ? ചിലപ്പോൾ ഇങ്ങനെ എന്താണ് അലവൻസുകള്, അല്ലെ? ചിലപ്പോൾ ട്രാവലിംഗ് അലവൻസ് ആയിരിക്കാം, ഹൗസ് റെന്റ് അലവൻസ് ആയിരിക്കാം, അല്ലെ? എന്തെങ്കിലൊക്കെ ആയിട്ട് ഇവർക്ക് പല ബെനിഫിറ്റ്സുകൾ, ഇവർക്ക് പാക്കേജുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സ്ഥാപനമാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഇവർക്ക് വേണ്ടി ചെയ്തിട്ട് എന്താണ് നഷ്ടത്തിലാവാൻ അവർ ആഗ്രഹിക്കില്ല, അല്ലെ? ഒരു എംപ്ലോയർ ഒരുപാട് കോസ്റ്റ് മുടക്കിയിട്ട് അവിടെയുള്ള എംപ്ലോയിനെ സംതൃപ്തിയാക്കാനായിട്ട് ശ്രമിക്കുമോ? ഏതൊരു ബിസിനസ്സുകാരനും അങ്ങനെ ശ്രമിക്കില്ല, അല്ലെ? അവരെ ചൂഷണം ചെയ്തെടുക്കാനായിരിക്കുമല്ലോ പരമാവധി ശ്രമിക്കുക. പക്ഷെ അവരെ ചൂഷണം ചെയ്തെടുക്കുന്നത് ചില കുറച്ച് എന്താ പറയണേ, ഇരയിട്ട് മീനെ പിടിക്കുന്ന മാതിരിയാണ്, അല്ലെ? അവർക്ക് ചില കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവരെ ചൂഷണം ചെയ്തെടുക്കാനായിരിക്കുമല്ലോ ശ്രമിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഈ തന്ത്രങ്ങളാണ് ഈ എംപ്ലോയീസ് ബെനിഫിറ്റ്സിൽ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ HRM ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ആർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ആർക്കാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്, അല്ലെ? ഇതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അവർക്ക് അവരുടെ ഇടയിൽ ഒന്നും തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ പരിഹരിച്ചു പോവുക എന്നുള്ള പ്രധാനപ്പെട്ട റോളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കാം. എംപ്ലോയി ബെനിഫിറ്റ്സ്, കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ഓൾസോ പോപ്പുലർലി നോൺ ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അതായത് എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സിനെ നമ്മൾ സാധാരണയായിട്ട് അറിയപ്പെടുന്നതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നുള്ളത്. This is a supplementary compensation which is paid by an employer to his employee
apart from his direct wages and incentives. Okay, incentives and അതായത് ഡയറക്റ്റ് വേജിന് പുറമെ അദ്ദേഹത്തിന് അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിലേക്ക് ആ എംപ്ലോയർ തൊഴിലുടമ കറക്റ്റ് ആയിട്ടുള്ള വേജസിന് പുറമെ അധികമായിട്ട് എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കോമ്പൻസേഷനുകളെയാണ് നമ്മൾ എന്താ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. These are granted as assistance or additional facilities to the employees by the employer either voluntarily, be as a legal requirement or as a part of collective negotiated agreement. അതായത് ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങളിലൊക്കെ സ്വമേധയാ ഇങ്ങനെ തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അവർക്ക് കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത് നല്ല മാക്സിമം അപ്പോർട്ട് വർക്ക് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അയച്ച് ചെയ്യും. ചിലതെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെ? നമ്മളെ PF ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ വർക്കേഴ്സ് ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിട്ട് തീർച്ചയായിട്ടും അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ്. ആ എംപ്ലോയിന്റെ എന്താണ് യഥാർത്ഥത്തിൽ ലീഗലി അവർക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ്, അല്ലെ? ചില ബെനിഫിറ്റ്സുകളൊക്കെ സാലറിക്ക് പുറമെ കിട്ടുക എന്നുള്ളത്. അതൊക്കെയാണ് നമ്മുടെ ഗ്രാറ്റുവിറ്റി പ്രോഗ്രാം, എന്താണ് പ്രൊവിഷൻ, അല്ലെ? പ്രൊവിഡന്റ് ഫണ്ട്, അത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആണ്. മറ്റൊന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് കളക്റ്റീവ് നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ്. ചിലപ്പോ എന്താണ് ഈ പറഞ്ഞ മാതിരി വോളണ്ടിയറി ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളത് കിട്ടുന്നുണ്ടാവും. പക്ഷെ അഡീഷണൽ ആയിട്ട് വോളണ്ടിയറി ആയിട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ എന്താണ് ചിലപ്പോ എംപ്ലോയീസ് എന്താണ് അവരുടേതായിട്ടുള്ള അവകാശം നേടിയെടുക്കാൻ ചിലപ്പോ കളക്റ്റീവ് ആയിട്ട്, അല്ലെ? എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് വളരെ വിലപേശി നേടിക്കും, അല്ലെ? അവിടെ ചിലപ്പോൾ യൂണിയൻ നേതാക്കളൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും തൊഴിലുടമയുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി സമരങ്ങളോ ലോക്കൗട്ടുകളൊക്കെ നടത്തിയിട്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയിരുന്നു. കാരണം നമുക്കറിയാം തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സ്വമേധയാ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എങ്കിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പോ നമുക്കറിയാം അവിടെ യൂണിയനുകൾ ഉണ്ടാവും, യൂണിയൻ നേതാക്കൾ ഉണ്ടാവും, അവിടെ എന്തെങ്കിലും സ്ട്രൈക്കുകളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യാനായിട്ട് ഒരു വിഭാഗം പ്രവർത്തിക്കേണ്ടതുണ്ടാവും. ഇത്തരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതാണ് HRM ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ കൈകാര്യം ചെയ്യും. അപ്പൊ ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എംപ്ലോയി ബെനിഫിറ്റ്സിന് പോപ്പുലർലി നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് സപ്ലിമെന്ററി കോമ്പൻസേഷൻ വിച്ച് ഈസ് പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. എ പാർട്ട് ഫ്രം ദിസ് ഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻസെന്റീവ്സ്, അതായത് വേജസിനൊക്കെ പുറമെ കൊടുക്കുന്നതാണ്. These are granted as assistance or additional facilities to the employee by the employer either. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്വമേധയാ അല്ലാതെ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സുകളാണ് ഇതെല്ലാം. അതായത് എന്താണ് അഡീഷണൽ അതർ നെയിം എന്താണ്, അതേമാതിരി തന്നെ എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്നുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആണ്. ഒന്ന് സ്വമേധയുണ്ട്, മറ്റൊന്ന് ലീഗലി, നെക്സ്റ്റ് എന്താണ് എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് അവരെ എയിം ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ, കാരണം അടുത്ത ദിവസമെങ്കിലും ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും, അത് നോക്കാലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss.